ബി.സി. റോയിയുടെ സ്മരണാർത്ഥമാണ് നമ്മൾ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണാധികാരി, ഹൃദയാലുവായ ഒരു ഡോക്ടർ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും രോഗികളെ ചികിത്സിക്കുവാനും അദ്ദേഹത്തിന്റെ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെയുള്ള കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ വളരെ വളരെ വലുതാണ്. ഒരാൾ രോഗാവസ്ഥയിൽ എത്തപ്പെടുമ്പോൾ, രോഗിയാകുമ്പോൾ ശാരീരിക അവസ്ഥകൾക്ക് മാത്രമല്ല, മാനസികാവസ്ഥകൾക്ക്, വൈകാരിക അവസ്ഥകൾക്ക്, സാമ്പത്തിക അവസ്ഥകൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അത് ഹ്രസ്വകാലത്തേക്കാകാം, ദീർഘകാലത്തേക്കാകാം. ദീർഘകാലത്തേക്കാകുമ്പോൾ അത് കുടുംബത്തെയും അതുപോലെ സാമൂഹിക അവസ്ഥകളെയും ഒക്കെ ബാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി മുന്നിൽ എത്തപ്പെടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന ആർദ്രതയോടെ, കരുണയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിങ്ങളൊക്കെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇന്നും നമ്മൾ പല കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ ആരാകണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഡോക്ടറാകണം എന്ന് പറയും. സാധാരണ, അതായത് ഡോക്ടേഴ്സ് അല്ലാതെ ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളുകൾ ഡോക്ടേഴ്സിനെ നോക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ്. നിങ്ങളിൽ നിന്നും ഉയർന്ന് എന്ന് വെച്ചാൽ എന്റെ ജീവിതാവസ്ഥയും എന്റെ രോഗാവസ്ഥയും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഈശ്വര തുല്യനായിട്ടാണ് ഡോക്ടർമാരെ കാണുന്നത്. രോഗിയുടെയും ഡോക്ടറുടെയും ബന്ധം തീർച്ചയായിട്ടും പവിത്രമായിട്ടുള്ള ഒരു ബന്ധം കൂടിയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ ആരോഗ്യരംഗം ഒട്ടേറെ വെല്ലുവിളികളിലൂടെയാണ്. വെല്ലുവിളികൾ ഒഴിഞ്ഞ ഒരു നേരവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടാണ് പറഞ്ഞത്. അത് അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ വളരെ അപൂർവമായിട്ടുള്ള രോഗങ്ങളിലൊന്നാണ്. പക്ഷെ നമുക്ക് ഈ സമീപകാലത്ത് ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ, ഒന്ന് ആഗോളതലത്തിൽ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന പ്രതിഭാഗരായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ലിറ്ററേച്ചർ വളരെ കുറവായിട്ടുള്ള ഒരു രോഗമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഗവേഷണങ്ങളോ ഒക്കെ വളരെ പരിമിതമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ രൂപീകരിക്കുന്നതിന് സംസ്ഥാനത്തിന് മാത്രമായി അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം അത് തീർച്ചയായിട്ടും ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുകൂടി നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അത് കൂടുതൽ ശക്തമാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, കേരളം നമ്മളൊരു ആരോഗ്യരംഗത്ത് ഒരു കേരള മോഡലുണ്ട്. ആ കേരള മോഡൽ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നതുമായി തന്നെ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതോടൊപ്പം തന്നെ ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം കൂട്ടുന്നതൊക്കെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചിട്ടയായ പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ട് കാലാകാലങ്ങളായി നടന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അതിലൊക്കെ മികച്ച നിലകളിൽ എത്തുന്നതിന് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു രണ്ടാം കേരള മാതൃകയ്ക്കുള്ള സമയം ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാം സ്ഥാനം ജീവിതശൈലി രോഗങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. അപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫ്, രോഗാതുരത, സമൂഹത്തിന്റെ രോഗാതുരത കുറയ്ക്കുന്നത് വളരെ പ്രധാനം. ഡോക്ടർ ഇക്ബാൽ സാറൊക്കെ നിരന്തരമായി സംസാരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതും നമ്മിൽ ഈ ഘട്ടത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യമാണ്. ജീവിതശൈലി മാറിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജീവിതശൈലി രോഗങ്ങളുടെയും രോഗികളുടെ എണ്ണവും വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വലിയ പോരാട്ടം ആരംഭിച്ചു. ആ പോരാട്ടം എന്ന വാക്ക് അത് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് നമ്മൾ ആ രോഗാതുരത കുറയ്ക്കുന്നതിനും അതോടൊപ്പം ജീവിതശൈലി രോഗികളുടെ എണ്ണം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയിട്ടാണ് പോപ്പുലേഷൻ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന് ദിശനാപരമായിട്ടും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങൾ ഓരോരുത്തരും IMA, ഞാനിത് ഫോറസ്റ്റ് മിനിസ്റ്ററിനോട് പറഞ്ഞു, IMA ഏതാണ്ട് കുറേയേറെ ക്യാമ്പുകൾ ട്രൈബൽ മേഖലയുമായി ബന്ധപ്പെട്ടത് ആയിരുന്നോ അതിലപ്പുറം ഒക്കെ ക്യാമ്പുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ IMAയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയിലും അതിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നുള്ളതും പ്രത്യേകമായിട്ട് ഇവിടെ അക്നോളജ് ചെയ്യുന്നതിനും അതിലുള്ള സന്തോഷം അറിയിക്കുന്നതിനും അറിയാം. ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
ആരോഗ്യ രംഗം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയും, ആരോഗ്യ വകുപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും ചേർന്നാണ് നമ്മുടെ ആരോഗ്യ രംഗം. അതൊരു വ്യക്തിയല്ല, നമ്മളെല്ലാവരും ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ പ്രവർത്തിക്കുമ്പോഴാണ്. എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അത് ബാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തരും പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു രണ്ടാം കേരള മാതൃക, രോഗാതുരത കുറഞ്ഞ സമൂഹം, ക്വാളിറ്റി ഓഫ് ലൈഫ് എക്സ്പെക്ടൻസി നമ്മുടെ കൂടിയിട്ടുണ്ട്. പക്ഷെ ആ എത്ര കാലം ജീവിക്കുമ്പോൾ ഗുണനിലവാരമുള്ള ഒരു ജീവിതം ഉറപ്പാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥ. അതോടൊപ്പം നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറൊക്കെ കുറയ്ക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായി വരുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ നവകേരള കർമ്മ പദ്ധതി ആർദ്രം മിഷനിലൂടെ, ആർദ്രം 2 പ്രത്യേകിച്ച് നമ്മളത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്.